സാധാരണ നമ്മൾ ഒപികളിലും മുഖക്കുരുവായിട്ട് വരുന്ന കുട്ടികൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെ മേക്കപ്പ് യൂസ് ചെയ്യാം, മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ലേ, എന്തൊക്കെ ക്ലൻസേഴ്സ് യൂസ് ചെയ്യാം, എന്തൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം, എന്തൊക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ഇതെല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഫസ്റ്റ് ക്ലൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലൻസേഴ്സ് യൂസ് ചെയ്യണത് മുഖക്കുരുവിന് പറ്റിയ ടൈപ്പ് ക്ലൻസേഴ്സോ ഫേസ് വാഷോ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷോ ക്ലൻസേഴ്സോ ആയിരിക്കണം. ക്ലൻസേഴ്സും ഫേസ് വാഷും നമുക്ക് ദിവസം 3-4 പ്രാവശ്യം വരെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ മുഖം വെറുതെ കഴുകുക, തുടച്ചു കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ മോയ്സ്ചറൈസേഴ്സും ഓയിൽ ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആവണം. ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മുഖക്കുരുവിന് പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ, പ്രത്യേകം ഡിസൈൻ ചെയ്ത മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടേ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ളത് നിർബന്ധമല്ല. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീനും ഓയിൽ ഫ്രീ ആയിട്ടുള്ളതും ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതും സൺസ്ക്രീനെ യൂസ് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് വരുന്നത് മേക്കപ്പ് ആണ്. മേക്കപ്പ് എന്ന് പറയുമ്പോൾ മൈൽഡ് ആയിട്ടുള്ള മേക്കപ്പുകളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. തിക്ക് ലെയേഴ്സ് ആയിട്ട് മേക്കപ്പ് മുഖക്കുരു ഉള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ മേക്കപ്പിന്റെ ടൈമിങ് മിനിമം ടൈമിങ്ങേ യൂസ് ചെയ്യാവുള്ളൂ. ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖം കഴുകി വൃത്തിയാക്കേണ്ടതാണ്.